ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പേ ഔട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഉപയോഗിച്ച് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് പാസ്സാക്കി നോക്കാം. അണ്ടിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിയൽ മണി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരും തംബ്നെയിൽ കണ്ടിട്ട് ഫ്രീ ആയിട്ട് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചാടിക്കയറി വന്നതാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഞാൻ ഇന്ന് തൊട്ട് മുന്നേ ഇട്ട വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നെയാണ് ഇട്ടത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഫണ്ടഡ് അക്കൗണ്ട്സിലോട്ട് ഞാൻ വളരെ ന്യൂ ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി എനിക്ക് US മാർക്കറ്റിലോട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സിലോട്ട് മാറാം. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. അപ്പം ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്സിലോട്ട് മാറിയത് ഈ ഒരു സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 100K ഒരു ഫണ്ടഡ് അക്കൗണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ KYC വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗോഡ് ഫണ്ടഡ് ട്രേഡറാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഗോഡ് ഫണ്ടഡ് ട്രേഡറിനെ കുറിച്ചല്ല, ഞാൻ വേറൊരു ഫേമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഫേമുകളുമായിട്ട് എനിക്കൊരു അഫിലിയേറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വന്നിരുന്നിട്ട് ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സാക്കാൻ പറ്റും, ഇങ്ങനെ എടുത്താൽ മതി, ഈ ഫണ്ടഡ് അക്കൗണ്ട് ബെസ്റ്റാണ്, മറ്റേ ഫണ്ടഡ് അക്കൗണ്ട് ബെസ്റ്റാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്സിനെ പറ്റി കൂടുതൽ അങ്ങ് പറയാഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സാക്കിയിട്ടില്ല. അപ്പം നമ്മളൊരു കാര്യം പറയുന്ന ടൈമിൽ നമ്മൾ ആദ്യം അത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് എനിക്ക് അന്ന് തന്നെ വന്നിട്ട് ഇതാണ് ഫണ്ടഡ് അക്കൗണ്ട്, ഇങ്ങനെയാണ് ഫണ്ടഡ് അക്കൗണ്ടിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാത്തിലോട്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആൽഫ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫേം ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ട്രസ്റ്റ് വൈലറ്റിലും റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഫേമാണ് ആൽഫ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അക്കൗണ്ട്സ് ഫെയിൽ ആക്കിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഒരു അക്കൗണ്ട്, ഒരു 5K അക്കൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഇവാലുവേഷൻ സ്റ്റെപ്പ് ഞാൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്ന ഫസ്റ്റ് ഇവാലുവേഷൻ നിങ്ങൾക്ക് പാസ്സാക്കിയതായിട്ടാണ് ഇവിടെ കാണാൻ, അതാണ് സക്സസ് ആയിട്ട് കാണുന്നത്. ഈ ഒരു മുകളിലും താഴെയും കിടക്കുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കണ്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട്സ് എങ്ങനെ നിങ്ങൾക്ക് എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനിയുള്ള കമ്മിങ് വീഡിയോസിൽ ഫണ്ടഡ് അക്കൗണ്ട്സിലോട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ്, ഒരു സെറ്റപ്പ് എന്ന് പറയും, സ്ട്രാറ്റജിയിലുപരി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് അതിൽ എടുക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. കുറേ നാൾക്ക് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും വ്യൂസ് കുറവായിരിക്കുമോ, ഇനി ഫ്രീ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് കാണുമ്പോൾ കൂടുതൽ ആൾക്കാർ കയറി വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ് UK എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് വരുന്ന സമയം നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഈ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെയും ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയാസ് എല്ലാം നിങ്ങൾക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഡാഷ്ബോർഡ്, ഗെറ്റ് സ്റ്റാർട്ടഡ്, അക്കൗണ്ട് മെട്രിക്സ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങളിപ്പോൾ ഏത് അക്കൗണ്ടാണോ എടുത്തത് ആ ഒരു അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസും അക്കൗണ്ടിൻ്റെ എത്ര ഡ്രോഡൗണിൽ നിൽക്കുവാണ്, എന്തൊക്കെയാണ് അക്കൗണ്ടിൻ്റെ റൂൾസും കാര്യങ്ങളും, അതൊക്കെ അനുസരിച്ച് നമുക്കൊരു ഡാഷ്ബോർഡും നമുക്ക് ട്രേഡിംഗ് ഹിസ്റ്ററി, നമ്മൾ ഏതൊക്കെ ട്രേഡ്സാണ് നമ്മൾ പഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഈ ഡാഷ്ബോർഡിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ റിയൽ മണി ഉപയോഗിച്ച് നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് ബൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട്, നിങ്ങളുടെ റൈറ്റ് സൈഡ് കോർണറിൽ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് കാണാനായിട്ട് വരും. ആ ഒരു ഏരിയയിലോട്ട് നിങ്ങൾ ആഡ് അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് സ്മോൾ ആക്കിയതാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഫ്രീ ട്രയൽ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് സൈസ് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ട് സൈസ് നിങ്ങൾക്ക് 50K ഉണ്ട്, 1 lakhൻ്റെ ഉണ്ട്, 2 lakhൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം. പക്ഷേ ഞാൻ അഡ്വൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50K നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി റൂൾസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി റൂൾസ് ആയിട്ട് തരാൻ പോകുന്നത്.
അപ്പോൾ ഇവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട്സ് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് പോയിട്ട് റിയൽ അക്കൗണ്ട് എടുക്കാം, റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ആയിട്ടുള്ള 50,000 സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലാറ്റ്ഫോം MT5 തന്നെ സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് നമ്മുടെ മൊബൈലിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന MT5 ആണ്. അപ്പോൾ ഈ ഒരു ഫ്രീ ട്രയൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ഗുഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് MT5 കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് MT5 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, MT5 എങ്ങനെയാണ് ബൈ ചെയ്യുന്നത്, എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്, ലിമിറ്റ് ഓർഡേഴ്സ് എങ്ങനെ കീപ്പ് ചെയ്യാം, സ്റ്റോപ്പ് ലോസസ് എങ്ങനെ കീപ്പ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ റിയൽ മണി ഉപയോഗിച്ച് നിങ്ങൾ എടുക്കുന്ന ആ അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 50,000 നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ വന്നതിന് ശേഷം ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് അവരുടെ പെർമിഷൻസ് ഡിക്ലറേഷൻ ഫോമും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ലെവറേജ് 1:100 ആണ്. പ്രോഫിറ്റ് ടാർഗറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട 5,000 ആണ്. പക്ഷേ ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പേ ഔട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു അക്കൗണ്ട് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു കൺഫേം ഓപ്ഷൻ വരും. കൺഫേം ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ഇമെയിലിലാണോ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് എടുത്തത്, അല്ലെങ്കിൽ ഏത് ഇമെയിൽ ഉപയോഗിച്ചാണോ നിങ്ങൾ ആൽഫ ക്യാപ്പിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തത്, ആ ഒരു ജിമെയിലിലോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നേരത്തെ ഉണ്ടായതിൻ്റെ മുകളിൽ 50,000 ഒരു ഫ്രീ ട്രയലായിട്ട് വേറൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൻ്റെ ഒരു ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുക. ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ MT5 നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തൊട്ട് മുന്നേ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ഫ്രീ അക്കൗണ്ടാണ്. നിങ്ങൾ ഈ ലോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതാകണ്ട. ഈ ഒരു ഫ്രീ ട്രയൽ അക്കൗണ്ട് കണ്ടോ, ഈ ഒരു അക്കൗണ്ടാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന് മുന്നേ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എങ്ങനെ ട്രേഡ് പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രീ അക്കൗണ്ടാണ് അത്. അപ്പോൾ നമുക്ക് ഫോൺ തുറന്നതിന് ശേഷം നമുക്ക് MT5 തുറക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാനായിട്ട് MT5 ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. നമുക്കിപ്പോൾ ഈ ഒരു ഓപ്ഷനിലായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, അവിടെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ആഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ക്രെഡൻഷ്യൽസ് നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സെർവർ ഏതാണ് ഇവിടെ കാണാനായിട്ട്. സെർവർ ഏതാണ്, AGC മാർക്കറ്റ് -main എന്ന് പറയുന്ന സെർവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. AGC മാർക്കറ്റ് ലിമിറ്റഡ് കണ്ടോ, ഇത് അതേപോലെ നിങ്ങൾക്കിത് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുന്നത്. അല്ല, നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പോയി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ടും AGC മാർക്കറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിനുശേഷം ഈ ലോഗിൻ്റെ ID നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം 26. ഓക്കെ, പേസ്റ്റ് ആവുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുന്നു, എനിക്ക് തോന്നുന്നു കണക്ഷൻ്റെ പ്രോബ്ലമാണ്. 26 നമ്മൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പാസ്വേഡ് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈം ആവുമ്പോൾ എന്ന് എനിക്കറിഞ്ഞിട്ട്. ഓക്കെ, ഇതിലപ്പോൾ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് രണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് സേവ് ചെയ്യാം. ക്ലാസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു 50Kയുടെ നമുക്ക് എന്ത് ചെയ്തു, ഒരു അക്കൗണ്ട് നമുക്ക് MT5 നമുക്ക് കിട്ടുന്നതാണ് കാണാനായിട്ട് പറ്റും. ഇനിഷ്യൽ ഡെപ്പോസിറ്റ് കാര്യം ഇതിൽ നിന്ന് വിഡ്രോ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് MT5 ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചു, ജസ്റ്റ് ഇതിലെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചാർട്ട് ഓപ്പൺ ചെയ്യുക. ചാർട്ടിൽ ഇത് എൻ്റെ ഫോൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ചാർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ലിമിറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. എല്ലാ ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. സെൽ ലിമിറ്റ് ഉണ്ട്, ബൈ സ്റ്റോപ്പ് ഉണ്ട്, സെൽ സ്റ്റോപ്പ് ഉണ്ട്, ബൈ സ്റ്റോപ്പ് ലിമിറ്റ് ഉണ്ട്, സെൽ ഓർഡേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് ഓർഡേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ 1 ക്ലിക്ക് ഓർഡേഴ്സ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടെങ്കിൽ 1 ക്ലിക്ക് ഓർഡേഴ്സ് നിങ്ങൾക്ക് ഇനേബിൾ ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെൽ എൻട്രി ആണ് എടുക്കേണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ ജസ്റ്റ് ചെയ്യുക, 1 ക്ലിക്കിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ക്ലിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ നിങ്ങൾ പോയിട്ട് ഇനി ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്താൽ അപ്പോഴെല്ലാം കണ്ടോ ട്രേഡ് അവിടെ പ്ലേസ് ആവും. ഈ ഒരു ട്രേഡ് കണ്ടോ അവിടെ റണ്ണിങ് ആയിട്ട് വരുന്ന ട്രേഡ്സ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് SL ഇതേപോലെ ഈസിലി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് SL ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് SL കീപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹൈയിൽ SL കീപ്പ് ചെയ്യാം. അങ്ങനെ
മോഡിഫൈയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് MT5ൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോർമലി നിങ്ങളിപ്പോൾ ഈ ഒരു അക്കൗണ്ടൊക്കെ പാസ്സാക്കി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി, നിങ്ങൾക്കൊരു ട്രേഡിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് ഒരു അക്കൗണ്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിയൽ മണി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അല്ലാതെ ജസ്റ്റ് അവിടെയും ഇവിടെയും കണ്ടു ഇനി എനിക്ക് പാസ്സാക്കാനായിട്ട് പറ്റും, ജസ്റ്റ് ഗാമ്പിൾ ചെയ്തുകൊണ്ട് ഈ അക്കൗണ്ട് പാസ്സാക്കിയിട്ട് ഇനി മറ്റേ അക്കൗണ്ട് എനിക്ക് പാസ്സാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വെക്കാനായിട്ട് നോക്കരുത്. അതിനുശേഷം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരോട് തന്നെ ഇവരുടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു അക്കൗണ്ട്സിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള റൂൾസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ് UK എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഇതിൽ പോയി കഴിഞ്ഞാൽ അവർ ഏതൊക്കെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ അക്കൗണ്ട്സിൻ്റെ ലെവറേജ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഇവാലുവേഷൻ സ്റ്റെപ്പ്, നിങ്ങൾ എത്ര മാക്സിമം റോഡൻ കൊണ്ടുവരണം, ഇപ്പം എത്ര പ്രോഫിറ്റ് കൊണ്ടുവരണം, ചില റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൂൾസും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ റാൻഡമായിട്ട് പോയിട്ട് ഇതിൽ അവർ നമുക്കൊരു ക്യാപിറ്റൽ തരുവാണ്, അപ്പോൾ അതിന് പ്രത്യേകതരം റൂൾസും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആൽഫ ക്യാപിറ്റലിൽ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് phase 1 കോമ്പറ്റീഷൻ കാണാനായിട്ട് ഒരു കോമ്പറ്റീഷൻ അല്ലല്ലോ എനിക്ക് ഒരു അക്കൗണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ ക്ലിയർ ചെയ്തത് ഞാൻ റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇക്വിറ്റി എഡ്ജ് എന്ന് പറയുന്ന ഒരു ഫേമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്വിറ്റി എഡ്ജ് അധികം ട്രസ്റ്റ് വർത്തി അല്ല, നിങ്ങൾക്ക് അക്കൗണ്ട്സ് ചീപ്പിൽ കിട്ടാനായിട്ട് സാധിക്കും. അതിലൊരു അക്കൗണ്ട് എടുത്തു, ആ ഒരു അക്കൗണ്ടും ഒരു 8% ആയിരുന്നു ടാർഗറ്റ്, ഓൾമോസ്റ്റ് 4% വരെ ഞാൻ അപ്പാക്കി. അതിനുശേഷം ആ ഒരു അക്കൗണ്ടും ബ്രീച്ച് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പം പാസ്സായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100K ഒരു അക്കൗണ്ടാണ്. ഇതിന് KYC വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു KYC കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു 100K അക്കൗണ്ട് കിട്ടും. പിന്നെ ഇതിൽ ഞാൻ ഒരു 1% അല്ലെങ്കിൽ 2% അല്ലെങ്കിൽ ഒരു 3% ഒക്കെ അപ്പാക്കി കഴിഞ്ഞാൽ എനിക്ക് പേ ഔട്ട് എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട്സ് നല്ലതാണ്, പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട്സിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് INR-ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 95 lakhs ഒക്കെ വരും. പക്ഷേ നമുക്ക് ഈ ഫണ്ട് നമ്മുടെ അല്ല, പക്ഷേ ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരു 2%, 3% ഒക്കെ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമുക്ക് ഈ ഫണ്ടൊന്നും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ലെസ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഫണ്ടഡ് അക്കൗണ്ട്സ്. അപ്പോൾ കുറേ പ്ലാൻസുകളും അല്ലെങ്കിൽ കുറേ ഫണ്ടഡ് അക്കൗണ്ട്സും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ കൂടുതൽ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഫണ്ടഡ് അക്കൗണ്ട്സ് മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആൽഫ ക്യാപിറ്റലിലെ നിങ്ങൾ ഫ്രീ ട്രയൽ നോക്കുക. ഫ്രീ ട്രയലിലെ നിങ്ങളതൊരു റിയൽ 50K അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് ആണോ എന്ന് അവരോട് ഇവിടെ ചെന്നിട്ട് നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിലോട്ട് അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരും എന്തൊക്കെയാണ് 50K 1 സ്റ്റെപ്പ് അക്കൗണ്ടിലെ റൂൾസ്. അപ്പോൾ ആ റൂൾസിനെ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അക്കൗണ്ടിൽ ആ റൂൾസ് നിങ്ങൾ തന്നെ എഴുതി വെച്ചതിന് ശേഷം ആ റൂൾസിനെ ഈ ഒരു 50K അക്കൗണ്ടുമായിട്ട് കോറിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു അക്കൗണ്ട് നിങ്ങൾ പാസ്സാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ പാസ്സാവുന്ന ടൈമിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡാവും. നിങ്ങൾ 1-2 അക്കൗണ്ട്സ് അതേപോലെ തന്നെ പാസ്സാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ റിയൽ അക്കൗണ്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാക്കാനായിട്ട് പറ്റും. ഒരു സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യുക. കൂടുതൽ കാര്യങ്ങളോ ഞാൻ കണ്ടതിൽ വെച്ച് തോന്നുന്നു നിങ്ങൾ അധികം റിസ്ക് റിവാർഡിനേക്കാളും കൂടുതൽ നിങ്ങൾ വിൻ റേറ്റിനെ നോക്കുക. റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:3, 1:4 ഒക്കെ നിങ്ങൾ എയിം ചെയ്യുന്നതിനേക്കാളും നല്ലത് 1:2 അല്ലെങ്കിൽ 1:1.5 ഒക്കെ എയിം ചെയ്യുക. അതിൽ കൂടുതൽ വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജികളെ കണ്ടുപിടിച്ച് ഇതിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാൻ നോക്കുക. ഇവരുമായിട്ടൊന്നും എനിക്ക് അഫിലിയേറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല, ലിങ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഇടുന്നില്ല. നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിച്ച് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. ബൈ ഗൈസ്.